ബോളിവുഡിലെ വിവാദ നായിക കങ്കണ റണൌട്ടും പ്രശസ്ത സ്റ്റാൻഡപ്പ് കൊമേഡിയനും നടനുമായ വീർദാസും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരു ചുംബന രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. സംവിധായകൻ കട്ട് പറഞ്ഞിട്ടും കങ്കണ ചുംബിക്കുന്നത് നിർത്തിയില്ലെന്നും ഒടുവിൽ നടൻ വീർദാസിന്റെ ചുണ്ട് കടിച്ചു മുറിച്ചു ചോര വരുത്തിയെന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടിന് ശേഷവും ഈ സംഭവം വീർദാസിനെ വലിയ തോതിൽ ട്രോമയിലാക്കിയെന്നാണ് പുതിയ ആരോപണം. എന്താണ് ഈ ചുംബന വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം? പ്രശസ്ത മാധ്യമപ്രവർത്തക സിമി ചന്ദോക്കെ സിദ്ധാർത്ഥ് കണ്ണന്റെ ജനപ്രിയ പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഈ പഴയ സംഭവം വീണ്ടും കുത്തിപ്പൊക്കിയത്. 2014 പുറത്തിറങ്ങിയ റിവോൾവർ റാണി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ കങ്കണയിൽ നിന്നും വീർദാസിന് വളരെ മോശം അനുഭവമുണ്ടായി എന്നാണ് സിമി അവകാശപ്പെട്ടത്. ഒരു ചുംബന രംഗം ചിത്രീകരിക്കുന്നതിനിടെ സംവിധായകൻ കട്ട് പറഞ്ഞിട്ടും കങ്കണ അത് കാര്യമാക്കാതെ ചുംബനം തുടർന്നുവെന്നും ആക്രമണാത്മകമായ ആ ചുംബനത്തിനിടയിൽ വീർദാസിന്റെ ചുണ്ട് കടിച്ചു മുറിച്ച് ചോര വരുത്തിയെന്നും സിമി പറയുന്നു. ഈ സംഭവം വീർദാസിന് മാനസികമായി വലിയ ആഘാതം ഉണ്ടാക്കിയെന്നും അവർ പോഡ്കാസ്റ്റിലൂടെ തുറന്നടിച്ചു. ഈ വീഡിയോ ക്ലിപ്പുകൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. സിമി ചന്ദോക്കയുടെ ഈ വെളിപ്പെടുത്തൽ വലിയ വിവാദമായതോടെ ഈ വിഷയത്തിൽ വീർദാസ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യവുമായി നിരവധി ആളുകൾ രംഗത്തെത്തി. ഒടുവിൽ മൗനം വെടിഞ്ഞ് താരം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് വീർദാസ് വ്യക്തമാക്കി. സിമി പറഞ്ഞത് വെറും കെട്ടുകഥ മാത്രമാണെന്നും റിവോൾവർ റാണിയുടെ സെറ്റിൽ കങ്കണ റണൌട്ട് പൂർണ്ണമായും പ്രൊഫഷണലായിട്ടാണ് പെരുമാറിയതെന്നും വീർദാസ് തന്റെ എക്സ് ഹാൻഡിലിലൂടെ കുറിച്ചു. കങ്കണ വളരെ കഴിവുള്ള ഒരു കലാകാരിയാണെന്ന് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നുവെന്നും അവർക്കെതിരെ നടക്കുന്ന ഈ അപവാദ പ്രചരണം തികച്ചും തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കങ്കണയും വീർദാസും തമ്മിൽ രാഷ്ട്രീയപരമായും വ്യക്തിപരമായും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീർദാസിന്റെ ഈ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. മുൻപ് തന്റെ കോമഡിയുടെ പേരിൽ കങ്കണ തന്നെ പരസ്യമായി ഭീകരവാദി എന്ന് വിളിച്ചിട്ടുണ്ടാകാം. എന്നാൽ അത് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളുടെ വ്യത്യാസമാണ്. അതിന്റെ പേരിൽ സെറ്റിൽ നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞ് കങ്കണയെ വ്യക്തിഹത്യ ചെയ്യാൻ താൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് വീർദാസ് സ്വീകരിച്ചത്. മുൻകാല ശത്രുതകൾ മാറ്റിവെച്ച് സത്യത്തിന്റെ കൂടെ നിന്ന് വീർദാസിന്റെ ഈ നിലപാട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുന്നുണ്ട്. തനിക്ക് പിന്തുണയുമായി എത്തിയ വീർദാസിന്റെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് കങ്കണ റണൌട്ടും മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കടുത്ത പരിഹാസവുമായി രംഗത്തെത്തി. കള്ളപ്രചരണങ്ങൾക്കെതിരെ സത്യം തുറന്നു പറഞ്ഞതിന് വീർദാസിന് കങ്കണ നന്ദി രേഖപ്പെടുത്തി. എന്നാൽ ആരോപണമുന്നയിച്ച സിമി ചന്ദോക്കെ വിചിത്ര ജീവി എന്നാണ് കങ്കണ വിശേഷിപ്പിച്ചത്. എന്തോ ഒരു വിചിത്ര ജീവി അവരുടെ പൈശാചികമായ ലൈംഗിക ഫാന്റസികൾക്ക് വേണ്ടി തങ്ങളുടെ പേരുകൾ ഉപയോഗിക്കുകയാണെന്ന് കങ്കണ കുറ്റപ്പെടുത്തി. താൻ വീർദാസിന്റെ ചോര കുടിച്ചെന്നും ഒരു പതിറ്റാണ്ടിന് ശേഷം ആ ട്രോമയിൽ അദ്ദേഹം കരയുന്നു എന്നൊക്കെ പറയുന്നത് എത്ര വിചിത്രമാണെന്ന് പൊട്ടിച്ചിരിക്കുന്ന ഇമേജിക്കൊപ്പം കങ്കണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. മുൻപ് 2023 ഇത്തരത്തിലൊരു ചുംബന വിവാദം ഉയർന്നപ്പോൾ ഹൃതിക് റോഷന് ശേഷം ഞാൻ പാവം വീർദാസിന്റെ മാന്യതയും കളഞ്ഞോ എന്ന് കങ്കണ പരിഹസിച്ചിരുന്നു. സായി കബീർ സംവിധാനം ചെയ്ത 2014 ഏപ്രിലിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് റിവോൾവർ റാണി. കങ്കണ റണൌട്ടും വീർദാസുമായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. പീയൂഷ് മിശ്ര, സക്കീർ ഹുസൈൻ തുടങ്ങിയവരും ചിത്രത്തിന്റെ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. സിനിമാ തിയേറ്ററുകളിൽ എത്തിയ സമയത്ത് ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2021 താരങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുന്നത്. വീർദാസ് അവതരിപ്പിച്ച ഐ കം ഫ്രം ടു ഇന്ത്യാസ് എന്ന കോമഡി ഷോയിൽ ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയെയും കർഷക സമരത്തെയും കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾക്കെതിരെ കങ്കണ ശക്തമായി രംഗത്ത് വന്നിരുന്നു. അന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ വീർദാസിനെ ക്രിമിനൽ എന്നും അദ്ദേഹത്തിന്റെ കോമഡിയെ സോഫ്റ്റ് ടെററിസം എന്നുമാണ് കങ്കണ വിശേഷിപ്പിച്ചത്. പഴയ കടുത്ത രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും തനിക്കെതിരെ വന്ന വ്യാജ പ്രചരണത്തെ ചെറുക്കാൻ കങ്കണയ്ക്ക് പിന്തുണയുമായി വീർദാസ് എത്തിയതും അതിന് കങ്കണ നന്ദി പറഞ്ഞതുമാണ് ഇപ്പോൾ ബോളിവുഡിലെ പുതിയ ചർച്ചാ വിഷയം. വ്യക്തിപരമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും പ്രൊഫഷണൽ ലൈഫിൽ അന്തസ്സും സത്യസന്ധതയും പുലർത്തണമെന്ന് ഈ രണ്ട് താരങ്ങളും തെളിയിച്ചിരിക്കുകയാണ്. സിമിയുടെ വെളിപ്പെടുത്തൽ ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയെങ്കിലും താരങ്ങളുടെ പക്വതയാർന്ന ഇടപെടലിലൂടെ ആ വിവാദത്തിന്റെ പുകയടങ്ങുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.